പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ 2-3 ദിവസം മുമ്പേ അമ്പലത്തിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഗാലറിയിൽ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് പോസ്റ്റാന്ന് വിചാരിച്ചു. ഇവിടെ നമ്മുടെ നാട്ടിലെ ചെറുപുഴ അമ്പലത്തിൽ 10-17 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവം തന്നെയായിരുന്നു. എല്ലാവരും ആഘോഷം എന്ന് പറയാം. രാത്രിയിലാണ് നമ്മൾ പോയത്, പകലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല, പിള്ളേരെയും കൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട്. അങ്ങനെ പോയി അതിലൊക്കെ കറങ്ങി ചന്തയിലൊക്കെ. പിന്നെ പിള്ളേഴ്സിന് അതും ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട്. അവർക്ക് പിന്നെ അതൊക്കെ തന്നെയല്ലേ സന്തോഷം എന്ന് പറയുന്നത്. പിന്നെ ഓരോരോ സ്ഥലത്തുള്ള കാഴ്ചകളുണ്ടായിരുന്നു. ഓരോ ദിവസം ഓരോ ഭാഗത്തു നിന്നുള്ള കാഴ്ചയായിരുന്നു. അപ്പോൾ അതിലും കാണാൻ പാകത്തിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഇത് തേരാണ് കേട്ടോ, തേര്. പിന്നെ വെച്ചാൽ കുറേ ഒന്നും വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല. ഒന്നാമത്തെ കാര്യം ക്ലിയറൊന്നുമില്ല. വലിയ ക്ലിയർ ഇല്ലാണ്ട് ഈ വീഡിയോ എടുത്തിട്ട് എന്താക്കാനാണ്. അവരുടെ ലൈറ്റും എൻ്റെ ഫോണിൻ്റെ ലൈറ്റും കൂടി ആകുമ്പോഴത്തേക്കും എന്താണതെന്ന് പോലും എനിക്ക് തന്നെ മനസ്സിലാവില്ല ഗൈസ്. അതിൻ്റെ തൊട്ട് പുറകെ ഒരു സംഭവം കൂടി വരുന്നുണ്ട്, കണ്ട മോനോട്ടിന് ഭയങ്കര പേടിയായിരുന്നു. അവൻ പറഞ്ഞുകൊണ്ടിരിക്കുക, അമ്മ എടുക്കണ്ട പോവാം. അടുത്തെത്തുമ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ ഞാൻ ഇപ്പം ഡബ് ചെയ്യുന്നതുകൊണ്ട് മ്യൂട്ടാക്കിയതുകൊണ്ടാണ്. പക്ഷേ ഭയങ്കര സൗണ്ടാട്ടാ. പിന്നെ ബാൻഡ് മേളം. എനിക്ക് ജലദോഷമുണ്ട്, ഡബ് ചെയ്യാൻ പറ്റുന്നില്ല, എന്താ ചെയ്യേണ്ടത്. ഈ ഡിസംബർ മാസം എന്ന് പറയുന്നത് വല്ലാത്തൊരു അൽക്കുലത്തെ മാസം തന്നെ. ജലദോഷവും തൊണ്ടവേദനയും എത്ര ദിവസമായി അറിയാതെ കൊണ്ട് കളിക്കുന്നത്. ഒരു മാറ്റം ഇല്ല സൗണ്ടിന്. പിന്നെ പിള്ളേർ സെറ്റിൻ്റെ ഡാൻസ്, അതൊക്കെ എനിക്കുണ്ടല്ലോ. ഞാൻ ആ പാട്ട് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് പേടിയാണ് കോപ്പിറൈറ്റ് വരുമത്. ചുമ്മാ ചില വീഡിയോസിന് ചിലപ്പോൾ നമ്മളെ സൗണ്ടിൽ തന്നെ കോപ്പിറൈറ്റ് വരുന്നുണ്ട്. എന്താണ് യൂട്യൂബ് ഇങ്ങനെയൊക്കെ. അവൻ എല്ലാത്തൊന്നും കുറച്ച് എടുത്തിട്ടുണ്ട്. ഒരുപാട് സമയം നമ്മൾ നിന്നിട്ടില്ല കേട്ടോ. ഒന്നാമത്തെ കാരണം ഇതന്നെ, തണുപ്പ്. പിന്നെ പൊടി അല്ലാത്ത പൊടി. ഇതാണ് ആ സാധനം. എൻ്റെ അമ്മോ, ഇത് പിന്നെ വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവില്ല. പക്ഷെ അടുത്ത് നിൽക്കുമ്പോൾ വല്ലാത്ത പേടിയുണ്ട് കേട്ടോ. വല്ലാത്തൊരു സംഭവം തന്നെ. ഇതൊക്കെ ഉണ്ടാക്കിയാണോ സമ്മതിക്കണേ. ഇത്ര മെനക്കെട്ട പണിയാണെന്നതെല്ലാം കണ്ടില്ലേ. അതിൻ്റെ ലൈറ്റും പിന്നെ ഒരു സൗണ്ടും ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കുമ്പോൾ പിന്നെ പേടിയാവും. പിന്നെ നമ്മുടെ നൊസ്റ്റാൾജിക് പണ്ടത്തെ മിഠായികൾ കുറേ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കണം കണ്ടിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ തോന്നില്ല, പക്ഷെ കൊള്ളാം. പിന്നെ നമ്മുടെ കുട്ടപ്പൻ എന്താണ് എടുക്കണതിൽ കൺഫ്യൂഷനിലാണ്. അപ്പോൾ ഇത്രയൊക്കെയല്ലേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയതാരും നമ്മുടെ ചാനൽ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.